إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن في ذلك لآيات وإن كنا لمبتلين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ ഹഉലാഇ ദഅവാത്ത് ഹീന യുംസി വഹീന യുസ്ബിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ലാത്ത ചില ദുആ വചനങ്ങളുണ്ട്, ചില പ്രാർത്ഥനാ വചനങ്ങളുണ്ട്. ഒരിക്കലും റസൂൽ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്നും രാവിലെയും വൈകുന്നേരവും റസൂൽ അത് ചൊല്ലിയിട്ടുണ്ട്. എന്താണത്? അതിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ സ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. അല്ലാഹുവേ, നിന്നോട് ഞാൻ അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. ഫി ദീനി വ ദുനിയായ, എൻ്റെ ദീനിൻ്റെ കാര്യത്തിലും എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും. വ അഹ്ലി വ മാലി, എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞത്? കുടുംബത്തിലെ അഫ്വും ആഫിയത്തും, സമ്പത്തിലെ അഫ്വും ആഫിയത്തും, ദീനിലെ അഫ്വും ആഫിയത്തും, ദുനിയാവിലെ അഫ്വും ആഫിയത്തും, ആഖിറത്തിലെ അഫ്വും ആഫിയത്തും. അഫ്വ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒരു മാസം ചോദിച്ചു, ഒരു മാസം മുടക്കം വരാതെ ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എനിക്ക് അഫ്വ് കൊണ്ട പടച്ചോനെ, അഫ്വ് കൊണ്ട പടച്ചോനെ എന്ന് ഒരു മാസം തുടർച്ചയായി നമ്മൾ ചോദിച്ചു. അത് നമുക്കറിയാം. ഇനി ആഫിയത്ത് എന്താണ് അതറിയണം. അഫ്വ് നമ്മൾ ചോദിച്ചു, ആഫിയത്ത് എന്താണ്? നമ്മളെല്ലാവരും പറയും അത് ശാരീരിക സുഖമാണ് ആഫിയത്ത്.
ശാരീരിക സുഖം എന്നതിന് മാത്രമല്ല ആഫിയത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഖബർസ്ഥാനിൽ നമ്മൾ ചെന്നാൽ ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ്? ആ പ്രാർത്ഥന അവസാനിക്കുന്നത്, ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഈ മരിച്ചോൽക്കുള്ള ആഫിയത്ത് എന്താ? ശാരീരിക സുഖാണെങ്കിൽ മരിച്ച മയ്യത്തിന് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിക്കണത്? അല്ലാഹു മുഗ്ഫിർ വർഹമു വആഫിഹി വഅഫു അൻഹു. അത് ആഫിയത്താ പറഞ്ഞത്. പിന്നെ വഅഫു അൻഹു അഫു പറഞ്ഞത്. അപ്പോൾ ആ ആഫിയത്ത് എന്താ? ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിഹത്ത്, ആരോഗ്യം എന്നത് നമുക്ക് ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ, ജോലി ചെയ്യാൻ, ഓടാൻ, ചാടാൻ, കളിക്കാൻ, നമ്മളെ മൈഷത്തിൻ്റെ മാർഗങ്ങൾ തേടാനൊക്കെ ആരോഗ്യം ആവശ്യമാണ്. പക്ഷേ അതാണ് നിഅമത്താനി മഖ്ബൂനു ഫീഹിമ, അധിക ആളുകളും വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്ന് സിഹത്താണ്, ആരോഗ്യമാണ്. അതെന്തുകൊണ്ടാണ് വഞ്ചിതരാകുന്ന നിഅമത്തായി മാറിയത്? സഹോദരങ്ങളെ, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള ശാരീരിക സുഖമാണ് ആഫിയത്ത്. മരിച്ചൊരു മനുഷ്യന് കിട്ടേണ്ട ആഫിയത്ത് എന്താണെന്ന് പറയാ? ആഫിയത്ത് അൽ ജന്ന, സ്വർഗമാണ്. സ്വർഗത്തിലേക്കെത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശാരീരിക മാനസിക സുഖം, ശാരീരിക മാനസിക സൗഖ്യം, അതാണ് ആഫിയത്ത്. അതാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. അത് അഹ്ലിൽ വേണം, കുടുംബത്തിൽ വേണം, സമ്പത്തിൽ വേണം, ദുനിയാവിൽ വേണം, ആഖിറത്തിലും അതാണല്ലോ ആവശ്യം. എന്നും രാവിലെയും വൈകുന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. സഹോദരങ്ങളെ, ഭൂമിയിൽ ഒരു മനുഷ്യ സമൂഹമായി ജീവിക്കാൻ തുടങ്ങുന്ന ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബിന്റെ കാലം മുതലാ. അതിനു മുമ്പേ ആദം നബിന്റെ മക്കൾ കുറച്ച് ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഉള്ളു ഭൂമിയിൽ. നൂഹ് നബിയുടെ കാലം മുതലാണ് ഭൂമിയിൽ ഒരു സമൂഹമായി, ഒരു അങ്ങാടിയും ഒരു സമൂഹം, കുറെ വീടുകളും ഒക്കെയായി ആളുകൾ താമസിക്കുന്നത്. നൂഹ് നബിന്റെ കാലത്ത് വലിയ പ്രളയമുണ്ടായി. ചരിത്രം എല്ലാവർക്കും അറിയാം. നൂഹ് നബി പ്രാർത്ഥിച്ചു, റബ്ബി അൻസിൽനി മുൻസല മുബാറക്ക, ബർക്കത്തുള്ളൊരു നാട്ടിൽ, ബർക്കത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങളെ ഇറക്കണം പടച്ചോനെന്ന് പറഞ്ഞു. അള്ള പറഞ്ഞു, ആ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുത്തു. യാ നൂഹ് ഇഹ്ബിത്ത്, ഇറങ്ങിക്കോ. എവിടെ? ബിസലാമി മിന്ന വബറക്കാത്തിൻ, നമ്മളെ സലാമിലും രക്ഷയിലും ബറക്കത്തിലുമായി ഇറങ്ങിക്കോ. പ്രാർത്ഥിച്ച പോലെ അള്ളാഹു തആല നൂഹ് നബിക്ക് മറുപടിയും കൊടുത്തു. അങ്ങനെ അവരെ ഇറങ്ങി. ആ സമൂഹമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായത്. സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാം. അവരോളം സമ്പത്തും ആരോഗ്യവും നൽകപ്പെട്ടൊരു സമൂഹം ഭൂമിയിൽ വേറെ ഇല്ല. അള്ളാഹ് പറഞ്ഞത്, ഭൂമിയിൽ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഒരു രാജ്യത്തും ഒരു കാലത്തും അവരെ പോലെയുള്ളവരെ നാം പടച്ചിട്ടില്ല എന്നാ. ഏറ്റവും അനുഗ്രഹം ഉണ്ടായിരുന്നവർ. ഈ സംഭവം, ഈ ചരിത്രം പറഞ്ഞ സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹ് പറയാണ്, ഇന്ന ഫീ ദാലിക ലആയ, ഈ പ്രളയം ഉണ്ടായതും ആ പ്രളയത്തിന് ശേഷം ഒരു നല്ലൊരു ബർക്കത്ത് കൊടുത്തതുമൊക്കെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹ് പറയാ. വഇൻ കുന്നാ ലമുബ്തലീൻ, തീർച്ചയായും നാം പരീക്ഷണം നടത്തുന്നവൻ തന്നെയാണ്. മനുഷ്യർ ഭൂമിയിൽ എക്കാലഘട്ടത്തിൽ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും മനുഷ്യർക്ക് തീഷ്ണമായ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിൽ ഒരു വലിയ പരീക്ഷണമാണ് മനുഷ്യന്റെ ശാരീരിക മാനസിക അവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. രോഗമെന്നും പറയാം, രോഗമല്ലാത്ത രോഗാവസ്ഥകൾ എന്നും പറയാം. ഇതിനെ തന്മയത്വത്തോടെ, ചിന്തയോടെ, ബുദ്ധിയോടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന് നഷ്ടങ്ങൾ സംഭവിക്കും, നാശം സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ ഈ സംഭവം എടുത്തു പറയുന്നു. രോഗത്തെക്കുറിച്ച്, രോഗാവസ്ഥയല്ലെങ്കിൽ കൂടി രോഗത്തെപ്പോലെ കാണേണ്ട ചില സന്ദർഭങ്ങൾ. രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുതും വലുതുമായ രോഗങ്ങളുണ്ട്. എന്നാൽ രോഗമല്ലല്ലോ. ഒരു പെണ്ണ് ഗർഭിണിയായി, രോഗാണോ? ഗർഭിണിയാവുക എന്നുള്ള രോഗാണോ? പ്രസവം അതൊരു രോഗമാണോ? അല്ലല്ലോ. പിന്നെന്താ? അത് ശരിക്ക് കൽപ്പിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നീങ്ങും, രോഗി മരിച്ചു പോകും. ക്യാൻസർ രോഗമാണ്, ചെറിയൊരു പനി, ജലദോഷമൊക്കെ രോഗ. പ്രസവവും
പെണ്ണ് ഗർഭിണിയാകലൊന്നും രോഗമല്ലല്ലോ, പിന്നെന്താണത്? രോഗത്തിലേക്ക് നീങ്ങും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ വരെ ഒരു പെണ്ണ് ഗർഭിണിയായൊരു പെണ്ണ് വീട്ടിലുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ വരെ അള്ളാഹ് പറയാണ്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവർ പ്രാർത്ഥിക്കും. ഫലമ്മ അസ്കലത്ത്, ആ ഗർഭമോൾക്ക് ഭാരമുള്ളതായാൽ, പ്രസവിക്കാൻ സമയമായാൽ, ദഅവുല്ലാഹ റബ്ബഹുമ, ഭാര്യയും ഭർത്താവും അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ജാഹിലിയ്യ കാലത്തിൽ വരെ എന്താ പ്രാർത്ഥിക്കുക? ലഇൻ അതൈതനാ സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുർആനാണ്. ഞങ്ങൾക്ക് അംഗവൈകല്യങ്ങളില്ലാത്ത സുന്ദരനായ സുമുഖരായ നല്ല സാലിഹീങ്ങളായ മക്കളെ തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദി കാണിക്കാം എന്ന് പറയും. പക്ഷെ അള്ളാഹ് പറയാണ്, അവർ നന്ദികട കാണിച്ചത് അവർക്ക് മക്കളെ കൊടുത്തപ്പം അവർ നേർച്ചക്കടം വിട്ടാൻ വേണ്ടി പോയി. അവർ പല നന്ദികേടും കാണിച്ചിട്ടുണ്ട്. ഒരു ഉമ്മ 5ഉം 6ഉം 8ഉം പ്രസവിച്ചു. നമ്മളെ ഭാര്യയാണ് ആ ഉമ്മ. പലപ്പോഴും നമുക്കറിയാം, നമ്മളെ ഭാര്യ 4ഉം 5ഉം 8ഉം ഒക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ഗർഭിണിയായി ആശുപത്രി കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചു. നമ്മൾ പുറത്ത് കാത്തിരിക്കും, പ്രസവിച്ചു എന്നുള്ള വിവരം കിട്ടാൻ വേണ്ടി. ബെല്ലടക്കാൻ കാശ് തെരഞ്ഞു പോകും നമ്മൾ, അതിനുവേണ്ടിയൊക്കെ ഒരുങ്ങും. അതല്ലാതെ മറ്റ് വികാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളെ ഭാര്യ പ്രസവിച്ച് നമുക്ക് തന്ന ആ മക്കളിൽ ഒരു മകള്, നമ്മളെ ഭാര്യ പ്രസവിച്ച് നമുക്ക് തന്ന മകളിൽ ഒരു മകൾ ഗർഭിണിയായി, ആ മകളെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുറ്റത്ത് കാത്തിരിക്കുന്ന വാപ്പയും ഉമ്മയും, അത് വല്ലാത്തൊരു രംഗമാണ്. സ്വന്തം ഭാര്യ പ്രസവിച്ചപ്പോ ഉണ്ടാകാതിരുന്ന വേദന, ആ ഭാര്യ പ്രസവിച്ച് തന്ന മക്കളിൽ ഒരു പെൺകുട്ടിക്ക് പ്രസവമായിട്ട് രാവിലെ ലേബർ റൂമിലേക്ക് കയറ്റിയതാ. വൈകുന്നേരം വരെ പ്രസവമായിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മാനെ വിളിക്കുന്നുണ്ട്. ഉമ്മ അകത്തേക്ക് പോയിട്ട് നിറകണ്ണുകളോടെ വരിക. കണ്ണ് നിറഞ്ഞിട്ടാ വരണത്. കാണാൻ കഴിയണില്ല മോളെ കാണാൻ കഴിയുന്നില്ല. വേദന സഹിക്കുകയാണ് അവള്. എന്ത് വേദനയാണ്! ശരീരത്തിലെ മുഴുവൻ നാഡീ നരമ്പുകൾ ത്രസിച്ച് ആ വേദന സഹിച്ച് അവിടെ കിടക്കുക. നമ്മളങ്ങനെ പറയും. ആ അവസ്ഥയുണ്ട് സഹോദരങ്ങളെ. എങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു പെണ്ണ് മരിച്ചു പ്രസവത്തിൽ. എന്താ കാരണം? ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതറിയാത്തത് കൊണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ തൊപ്പിയും താടിയും വെച്ച, ദീനിൽ അങ്ങേയറ്റത്ത് അവഗാഹമുണ്ട് എന്ന് പറയുന്ന, ദീനിനെ തെറ്റായി മനസ്സിലാക്കിയ, ദീനിൽ ഒലിവ് കാണിച്ചത്. 4 മക്കളെ പ്രസവിച്ചത് ആശുപത്രിയിലാ. ആൺകുട്ടികളാണ് 4ഉം 5നും 4നും 15നും ഇടയിലുള്ള ആൺകുട്ടികൾ. പിന്നെ അതിനിടയിൽ ഒരു പെൺകുട്ടി പ്രസവിച്ചു. ആ പെൺകുട്ടിയെ ആശുപത്രിയിൽ കാണിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ മരിച്ചുപോയി. പിന്നെ വീട്ടിൽ വെച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കൊണ്ടുപോകാതെ അയൽവാസികളായ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ആ ഉപ്പിമ്മ അവിടെ വരണത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ ഉപ്പിമ്മയും. മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറഞ്ഞത്, ശരീരത്തിൽ പൊള്ളിയതടക്കമുള്ള ഭീകരമായ പരീക്ഷണങ്ങൾ ആ പെണ്ണിന്റെ ശരീരത്തിൽ നടത്തി അടയാളമുണ്ടെന്നാ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് സ്വകാര്യ ഭാഗത്ത് പുഴുക്കൾ അരിച്ചു പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ടും ആശുപത്രിക്ക് കൊണ്ടുപോകാതെ അക്യുപഞ്ചറും മാത്രം കൊടുത്തിട്ട് കിടത്തിന. കൊണ്ടുപോയില്ല ആശുപത്രിയിലേക്ക്. ഇത് ഇസ്ലാമല്ല, ഇത് ദീനല്ല, ഇത് ദീൻ പഠിപ്പിച്ച മാർഗവുമല്ല. സഹോദരങ്ങളെ, തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. എന്താണ് ഇസ്ലാമിന്റെ ചികിത്സ? ചികിത്സയുടെ രീതിശാസ്ത്രം എന്താണ് ഇസ്ലാം പറഞ്ഞത്? ഫൈദാ മരുത്തു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ ഷിഫയാക്കുന്നത് അള്ളയാണ്. മരണവും ചികിത്സയും തമ്മിലൊന്നും ഒരു ബന്ധമില്ല. അത് വേറെ കാര്യം. മരണവും ചികിത്സയും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ രോഗം തരുന്നത് അല്ലാ, അത് പരീക്ഷണമാണ്. ഷിഫയാക്കുന്നതും അല്ലാ. എങ്കിൽ എന്താണ് ആ ഷിഫ? പരിശുദ്ധ ഖുർആനിൽ ഷിഫാവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാം. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹ്ക്കറിയാം ഏത് രോഗം ഒരു മനുഷ്യന് വന്നാലും ആദ്യം മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കാം. മറിയം ബീവി പ്രസവത്തിന്റെ സമയത്ത്, പ്രസവവേദനയ്ക്ക് ഖുർആനിൽ മഹാൽ എന്നാ പറഞ്ഞത്. പ്രസവവേദനയുടെ അറബി ഖുർആൻ പ്രയോഗിച്ച അറബി പദം മഹാൽ എന്നാണ്. മഹാൽ. മറിയം ബീവിയുടെ കഥ പറയാണ്. പ്രസവവേദന വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ മറിയം ബീവി പറഞ്ഞു. എന്താ പറഞ്ഞത്?
പടച്ചോനെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ പറഞ്ഞത്. ഞാനൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന വാക്ക്. ഇൻകുത്തു നസിയം മൻസിയ, ഞാൻ പാടെ വിസ്മരിക്കപ്പെട്ടവളായി മാറിയിരുന്നെങ്കിൽ. യാലേത്തനെ മിത്തു കബിലഹാദ, ഈ പ്രസവത്തിന് മുമ്പ് ഞാനൊന്നും മരിച്ചു പോയിരുന്നെങ്കിൽ. അത്രമാത്രം വേദന സഹിച്ചത്. അള്ളാഹു പറഞ്ഞു, സങ്കടപ്പെടണ്ട, ലാ തഹ്സനി, ദുഃഖിക്കണ്ട, വിഷമം വേണ്ട. എന്നിട്ട് അള്ളാഹു തആല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പ്രസവവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. സുഖപ്രസവം കിട്ടാൻ ഗർഭിണിയായ ഒരു പെണ്ണ് എങ്ങനെയൊക്കെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഭക്ഷിക്കണം, ശരീരം ഇളകണം. ഈത്തപ്പഴ മനം പിടിച്ചു കുലുക്കാൻ പറഞ്ഞു, ശരീരം ഇളകട്ടെ എന്ന് പറഞ്ഞു. ആ ഈത്തപ്പഴം കുലുക്കുമ്പോൾ അത് വീണാൽ ആ ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ പറഞ്ഞു, ഭക്ഷിക്കാൻ പറഞ്ഞു. ശരീരത്തിന് ആരോഗ്യവും കെൽപ്പും വേണം. പ്രസവിക്കണമെങ്കിൽ വേദന സഹിക്കാനുള്ള ശക്തി വേണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. രോഗം അള്ളാഹു തരും. അള്ളാഹു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അപ്പൊ എവിടെയാണ് ആദ്യം? ഇപ്പൊ ഈ ക്യാൻസർ എന്ന രോഗമൊക്കെ വന്നിട്ട് കൂടുതൽ പിടിച്ചു നിന്നവരാരാന്നറിയങ്ങള്? മനസ്സിന് കരുത്തുള്ള ആൾക്കാർ കുറെ കാലം ജീവിച്ചു എന്നാ പറയാം. ഡോക്ടർമാർ പറയും, ഒരു ഏതാനും ദിവസങ്ങൾ മാത്രം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടും അദ്ദേഹം 5 കൊല്ലൊക്കെ ജീവിച്ചു. ഡോക്ടർമാർ പറയും മനക്കരുത്തുണ്ടെന്നാ. മനസ്സിനെയാണ് ആദ്യം ബാധിക്കുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഷിഫ ലിമാ ഫിസ് സുദൂർ, മനസ്സിനെ, ഹൃദയത്തെ. ഷിഫ എവിടെയാണ്? അവിടെയാണ് ഷിഫ. പരിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കറിയാം. വയശ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന് ഷിഫ കിട്ടാൻ, ശമനം കിട്ടാൻ. മുഅ്മിൻ ഒരിക്കലും ഏത് രോഗം വന്നാലും പതറാൻ പാടില്ല. മുഅ്മിനിന് ഒരു ചികിത്സാ രീതിയുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നടത്തണം. ശരി, അപ്പോ എന്തെങ്കിലും ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് ആശുപത്രിയിൽ കൂടാനൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയൊരു തലവേദന, പനിയൊക്കെ വരുമ്പോഴേക്ക്, ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്ത് ചെയ്യണം? ഇസ്ലാമികമായ റുഖിയ ചെയ്യുക. എന്താണ് ആ റുഖിയകൾ? മന്ത്രവാദങ്ങളല്ല, ഏലസുകളും തകിടുകളുമല്ല. പിന്നെന്താണ്? ആയത്തുകളുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, റസൂൽ നടത്തിയതുണ്ട്. അത് ചെയ്യണം. അതാണ് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ. അപ്പോ റബ്ബിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആയത്തുൽ കുർസി, ആമന റസൂൽ, സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദതൈൻ, ഇതൊക്കെ ഓതുക. പ്രത്യേക ദിക്റുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് നടത്തിയ ദിക്റുണ്ട്. റസൂലുള്ളാഹിക്ക് ശരീരത്തിന് ഭയങ്കരമായ വേദന. അപ്പോ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു അള്ളാഹിന്റെ റസൂലിനോട്, റസൂലെ എന്താ പ്രയാസമുണ്ടോ, റസൂലെ ബുദ്ധിമുട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു നഅം. ഉടനെ ജിബ്രീൽ പറഞ്ഞു ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ദിക്ർ റുഖിയ ചെയ്യാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമുക്ക് എന്തിനാണ്? നമ്മൾ ചെയ്യാനാണ്. അപ്പൊ ആദ്യം ഖുർആനിലെ ദിക്റുകളും ദുആകളൊക്കെ ചെയ്യുക. അതിന് തന്നെ ഓടേണ്ട കാര്യമില്ല. എന്നാൽ അത് മാത്രം ചെയ്ത് എത്ര രോഗം മൂർജിച്ചാലും എത്ര കഠിനമായാലും ഞാൻ ഈ വേറൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? അല്ല. പിന്നെ റസൂൽ നടത്തിയ ഷിഫ എന്ന് പറഞ്ഞ തേന് ഖുർആൻ പറയാണ് ഷിഫ ഉല്ലിന്നാസ്. ഖുർആനിലെ ഷിഫയാണിത്. തേന് എല്ലാ ജനങ്ങൾക്കും ഷിഫയാണെന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പൊ തേന്, ഒരല്പം തേന് കുടിച്ചു നോക്കുക. റസൂലുള്ളാഹിന്റെ ചികിത്സകളുണ്ട്. കരിഞ്ജീരകം ഉപയോഗിച്ച് നോക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ വീടുകളിൽ റസൂൽ നടത്തിയതൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഷിഫയാക്കണം പഠിച്ചവനാണല്ലോ. ശരി, എന്നിട്ടും മാറുന്നില്ല. എന്താ വേണ്ടത്? ഇതൊക്കെ പഠിപ്പിച്ച സ്വഹാബികൾ എന്താ ചെയ്തത്? റസൂൽ പഠിപ്പിച്ച ഇതൊക്കെ ചെയ്ത സ്വഹാബികൾ എന്താ ചെയ്തത്? സഹോദരങ്ങൾ, ഇവിടെയാണ് ചികിത്സയും ചിന്തയും നമുക്ക് വേണം. എല്ലാ രോഗത്തിനും ഒരേ ചികിത്സയാണോ? അക്യൂപഞ്ചർ, ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമുണ്ടതിൽ. നല്ല ചികിത്സാ രീതിയാണത്. പക്ഷെ ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും അത് മാത്രമെന്ന് പറഞ്ഞ് നിർത്താണോ വേണ്ടത്? എത്ര രോഗം മൂർജിച്ചാലും അതല്ലാതെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നിർത്താണോ വേണ്ടത്? അങ്ങനെ മരിക്കണമെങ്കിൽ അത് മരിക്കട്ടെ എന്ന് പറയാണോ വേണ്ടത്? അതാണോ ഇസ്ലാം? അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓരോ ചികിത്സക്കും അതിൻ്റെതായ രോഗങ്ങളും അതിൻ്റെതായ രീതിയും അതിൻ്റെതായ രോഗ അവസ്ഥകളുമുണ്ട്. ആ അവസ്ഥകൾക്കനുസരിച്ചാണ് ഓരോ ചികിത്സാ രീതിയെയും, അത് അലോപ്പതിയാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോയാണെങ്കിലും നേച്ചുറോപ്പതിയാണെങ്കിലും പ്രകൃതി ചികിത്സയാണെങ്കിലും ഏത് ചികിത്സയാണെങ്കിലും അതറിഞ്ഞ് ബുദ്ധിയോടെ ചിന്തയോടെ ഉപയോഗിക്കണം. അതാണല്ലോ വേണ്ടത്.
വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ശിഫ ഖുർആനിലുണ്ട്, ആയത്തുകളിലുണ്ട്. അതൊക്കെ ചെയ്തു. ഖുർആനിൽ വന്നതാണ് തേന് ശിഫയാണെന്ന്, അത് ഉപയോഗിച്ചു. വഹിയാണ്, റസൂലുള്ളാഹിന്റെ വഹിയാണ്. റസൂലുള്ളാഹിക്ക് കിട്ടിയ വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹ് മറ്റു പല വസ്തുക്കളും ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതൊക്കെ ചെയ്തു. നിങ്ങൾ നോക്കൂ, ഖൈബറിൽ ആരാ? റുഫൈദത്തുൽ അസ്ലമിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റുഫൈദത്തുൽ അസ്ലമിയ സ്വഹാബിയ്യത്തുൻ ജലീല, പ്രമുഖ സ്വഹാബി വനിതയാണ് റുഫൈദത്തുൽ അസ്ലമിയ. ആരാണവർ എന്നറിയോ? അവ്വലു മുമർരിള വ തബീബ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ നഴ്സും ആദ്യത്തെ ഡോക്ടറുമാണ്. ആദ്യത്തെ നഴ്സും ആദ്യത്തെ ഡോക്ടറുമാണ് റുഫൈദത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. അവർ ഖൈബറിലുണ്ടായിരുന്നു, ഹുനൈനിലുണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ടെന്റ് നിർമ്മിക്കാൻ അനുവാദം കൊടുത്തു. എന്തിന്? രോഗികളായ ആളുകളെ, കൈ പൊട്ടിയ ആൾക്കാർ, കാല് പൊട്ടിയ ആളുകൾ, മാരകമായ മുറിവ് സംഭവിച്ച ആളുകൾ, അവർക്കൊക്കെ സർജറി ചെയ്യാൻ. എന്താ അമലിയത്തുൻ ജിറാഹിയ എന്ന് പറഞ്ഞാൽ സർജറിയാണ്. ചിലത് സർജറി ചെയ്യേണ്ടി വരും. അവർ ആ ടെന്റുകളിൽ അവർ ചികിത്സ നടത്തി, മുറിവുകൾ വെച്ച് കെട്ടി. ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന റസൂലുള്ളാഹി മസ്ജിദുൻ നബവിയിൽ ഒരു ടെന്റ് നിർമ്മിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ നിർമ്മിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പഠിച്ച സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കൂട്ടം അറാബികൾ വന്നിട്ട് ചോദിക്കുക, ശരി, റുഖിയ ശർഈ ചെയ്യാം, രോഗം വന്നാൽ ശിഫയാക്കുന്നതിന് അള്ളയാണ്, തേനിന്റെ ചികിത്സയുണ്ട്, ഖുർആനിന്റെ ചികിത്സ, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നതനാദ, ഇനി ഞങ്ങൾ ചികിത്സിക്കണോ? ഇതല്ലാത്ത വേറെ വല്ല ചികിത്സയും വേണോ? ചികിത്സ വേണോ? ഖാല നഅം, റസൂൽ പറഞ്ഞു അതെ. എന്നിട്ട് റസൂൽ പറയും, യാ ഇബാദല്ലാഹ്. ചോദിച്ചത് അറാബികളാ, മറുപടി അറാബികൾക്ക് മാത്രമല്ല. റസൂൽ പറയാണ്, ഈ ചികിത്സ വേണോന്നാ ചോദിച്ചത്. അതിനെ മറുപടി, യാ ഇബാദല്ലാഹ് തദാവൗ, ചികിത്സിക്കണം. അള്ളാന്റെ അടിമകളെ ചികിത്സിക്കണം. ഒരു രോഗവും അല്ല വെച്ചിട്ടില്ല ഇല്ലാ വുളിഅ ലഹു ശിഫാ, ശഫയില്ലാതെ, ഔ ദവാഅൻ, മരുന്നില്ലാതെ, ഇല്ലാ ദാഅൻ വാഹിദ, ഒരൊറ്റ രോഗം ഒഴികെ, അതിന് മരുന്നില്ല. അതെന്താ? ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു അതേതാ റസൂലേ? വമാ ഹുവ? ഖാല അൽ ഹറം, അത് വാർദ്ധക്യമാണ്. വാർദ്ധക്യമായ പിന്നെ മുട്ടുകാല് വേദനയും കൈകാല് വേദനയും ക്ഷീണം തറച്ചൊക്കെ ഉണ്ടാവും. അതിന് ഇനി ചിലപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ചെറുപ്പക്കാരനാകാനൊന്നും പറ്റൂല. റസൂൽ പറയും, ഒരു രോഗത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും മരുന്നും ചികിത്സയുണ്ട്. ആ രോഗം ഏതാണ്? വയസ്സായാൽ പിന്നെ ഇനി കുറച്ച് എണ്ണയും കോയമ്പൊക്കെ തേച്ച് ദിക്റും ദുആയൊക്കെ വർദ്ധിപ്പിച്ച് അവനാനെ കൊണ്ട് കൈനമാതിരി ഇരിക്കുക. അതല്ലാതെ ചെറുപ്പക്കാരന്മാര് ഓടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ രോഗത്തിന് എന്തില്ല? മരുന്നില്ല. ശരി, അപ്പോൾ വൃദ്ധ അവസ്ഥ എപ്പോഴും 40 വയസ്സ് മുതൽ തുടങ്ങും. 40 വയസ്സ് മുതൽ ശരീരത്തിന്റെ പിന്നെ വളർച്ചക്ക് കീപ്പോട്ടാണ്, മുകളിലേക്കാവൂല. ഉള്ളതിനനുസരിച്ച രൂപത്തിൽ തൃപ്തിപ്പെട്ടു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സഹോദരങ്ങളെ, ചികിത്സ എന്ന് പറയുന്നത് ഇസ്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പഠിപ്പിച്ച സംഗതിയാണ്. അത് ചിന്തയോടെ ഉപയോഗിക്കേണ്ടതാണ്. ഒരു മനുഷ്യനും അവന്റെ ശരീരത്തിന് ഹാനികരമായ അവസ്ഥയിലുണ്ടാകുന്ന യാതൊന്നിനെയും തേടിപ്പോകാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് പഠനം ഒരുപാട് വിശാലമാണ്. ഏത് രംഗത്തും ഏതൊക്കെ രോഗത്തിന് ഏതൊക്കെ ചികിത്സയാണ് നല്ലത്, ഏതിനാണത് ആശ്വാസവും ശമനവും സമാധാനവും കിട്ടാൻ വേണ്ടിയാണ്. ഏത് ചികിത്സകൾ നടത്തിയാലും, എത്ര ഉന്നതമായ ചികിത്സ നടത്തിയാലും റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യാം. ഇനി രോഗം എന്ന് പറയുന്നത് രോഗിക്ക് മാത്രമല്ല പരീക്ഷണം. അവിടെയാണ് ദയാവധം കടന്നു വരുന്നത്. ദയാവധം വീണ്ടും നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ കേട്ട വാക്ക. ഗവൺമെന്റ് കോടതിയുടെ ഉത്തരവും കോടതിയുടെ വിധിയും വന്നൊരു വിഷയം. എന്താ ദയാവധം? വർഷങ്ങളായി അബോധാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ, പ്രതികരണമൊന്നുമില്ല, അബോധാവസ്ഥയിലാണ്. അപ്പോ ആ മനുഷ്യന് മരുന്ന് കുത്തിവെച്ച് ആ മനുഷ്യനെ കൊല്ലുക. ഇത് 2-3 തരത്തിലുണ്ട്. ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് രോഗിക്കുള്ളതല്ല. ഈ ദയാവധം ആർക്കാവശ്യം? രോഗിയെ പരിചരിക്കുന്നവർക്കാണ്. ഇത് വേഗം തീർത്തിട്ട് വേറെ പണിക്ക് പോകാണ്ട്. വാപ്പ കിടക്കുക കുറേ കാലം, ഉമ്മ കിടക്കുക കുറേ കാലമായിട്ട്, നോക്കി നോക്കി മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വർഷങ്ങളായിട്ട് കിടക്കുക. അപ്പൊ ഇനി രണ്ടാമത് തിരിച്ചു വരുമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? മരുന്ന് കുത്തിവെച്ചിട്ടാണ് കൊല്ലുക.
ഈ ദയാവധ ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. അപ്പം രോഗം എന്ന് പറയുന്നത് രോഗിക്ക് മാത്രമല്ല പരീക്ഷണം. വാപ്പാന്റെ രോഗം മക്കൾക്ക് പരീക്ഷണ, ഉമ്മാന്റെ രോഗം പെൺകുട്ടിയേക്ക് പരീക്ഷണ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കൾക്ക് പരീക്ഷണ ഉമ്മാന്റെ രോഗം. എന്താ വേണ്ടത്? ഒരു മനുഷ്യൻ രോഗിയായിട്ട് അങ്ങനെ വർഷങ്ങളോളം കിടന്നാലും അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലല്ലോ. റബ്ബാണ് ജീവനിട്ടത്. ആ റബ്ബ് ജീവൻ തിരിച്ചെടുക്കുന്നത് വരെ എത്ര കാലമാണെങ്കിലും അത്രയും കാലം മനുഷ്യരങ്ങനെ കിടക്കണം. റബ്ബിന്റെ തീരുമാനത. പിന്നെ വേറൊരു ദയാവധത്തിൽ വേറൊരു ഭാഗം എന്താ? ഒരാൾ രോഗിയായി വെന്റിലേറ്ററിൽ കിടക്കുക, മസ്തിഷ്ക മരണം നടന്നു പറഞ്ഞു, കൃത്രിമമായി കൊടുത്തിട്ട് കിടത്ത ആശുപത്രികളുടെ ചൂഷണം നടക്കുന്നുണ്ട്. ലക്ഷങ്ങളും കോടികളും ബില്ല് വരിക. കുറച്ചു കാലം കിടന്നോക്കട്ടെ, ഒരു 5-8 മാസം കണ്ട് കിടന്നു നോക്കിയാൽ ലക്ഷങ്ങൾക്കൊക്കെ അപ്പുറം കിടക്കും ബില്ല്. അപ്പോ യന്ത്രത്തിന്റെ സഹായത്തോടെ മാത്രം ശ്വസിക്കുകയാണ്. യന്ത്രം എടുത്ത് അപ്പം മരിക്കും. പിന്നെ എന്താ യന്ത്രം എടുക്കാത്തത്? യന്ത്രത്തിന്റെ സഹായത്തോടെ മാത്രം ജീവൻ, യന്ത്രം എടുത്താൽ. അപ്പൊ ആശുപത്രിക്കാർക്ക് ആ ബെഡിലേക്ക് ഇനി വേറൊരു രോഗി വരണേ വരെ അവിടെ കിടത്തും. അത് കാലിയാക്കി ഇടൂല. അങ്ങനെ കിടത്താൻ അവനാന്റെ വാപ്പാനും ഉമ്മാനും വിട്ടുകൊടുക്കരുത്. അങ്ങനെ കിടത്താൻ വാപ്പാനും ഉമ്മാനും ബാക്കിയുള്ളവരെയും വിട്ടുകൊടുക്കരുത്. അള്ളാഹുവിന്റെ തീരുമാനം കൃത്രിമമായിട്ട് കൊടുത്തിട്ട് നിർത്താനല്ലല്ലോ. പ്രകൃതിയിൽ പടച്ചോൻ കൊടുക്കുന്ന ശ്വാസം അതില്ലാതെ ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടത്തിട്ട് ബാക്കിയുള്ള മക്കളൊക്കെ അവിടെ കിടത്തിട്ട് പിന്നെ സുഖമായിട്ട് അവരൊക്കെ റൂം എടുത്ത് AC ഉള്ള റൂമിൽ അങ്ങനെ കിടന്ന് സുഖിക്കുക. പൈസ ഒക്കെ അവിടെ എമ്പാടുണ്ട്. ഈ ആശുപത്രിയിൽ കിടക്കുന്ന ആളെ മുതലെന്നെ എമ്പാടുണ്ട്. അങ്ങനെ ഒരു സുഖം എടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അവസാന സമയത്ത് നമ്മളൊക്കെ മക്കൾക്കൊക്കെ വസിയത്ത് കൊടുക്കേണ്ട എന്താ അറിയോ? അവസാന സമയത്ത് ആശുപത്രിയിൽ ICUയിലും വെന്റിലേറ്ററൊക്കെ കിടക്കുന്നതിനും അവനാൻ്റെ മക്കളൊക്കെ മുന്നിൽ കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിത്തരാനും അവനാൻ്റെ കൈകാലുകൾ തടവിത്തരാനും അവസാനം ചുണ്ടലൊക്കെ നനച്ചു തരാനും വെള്ളം തരാനും അവനാൻ്റെ ഖിദ്മത്തുകൾ ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ട് മക്കളുടെ കുടുംബത്തിൻ്റെ ഒക്കെ കൂടെ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലും ICU കിടന്നിട്ട് അങ്ങനെ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മൾ എപ്പോഴും ഭയപ്പെടണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പറഞ്ഞ ഇത്തരം കാര്യങ്ങളെ ചിന്തയോടെ ബുദ്ധിയോടെ മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നമുക്ക് എന്തൊരു മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഏത് പ്രതിസന്ധിയും ഇവിടെ വരുന്നത്. വയഅഫു അൻ കസീർ, മിക്കതും അല്ലാഹ് മാപ്പാക്കുക. ആ മാപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ലോകവും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അത് ഇനി പിന്നെ ഒരു ഊർജം അതിൻ്റെ പേരിൽ ഒരു ലോക്ക്ഡൗൺ വന്നാലും ശരി, ഒരു എനർജി ലോക്ക്ഡൗൺ വന്നാലും ശരി, ഏത് പ്രതിസന്ധികൾ വന്നാലും ശരി, ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒക്കെയും മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്നതാണ് എന്ന തിരിച്ചറിവ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഈ പ്രകൃതിയിൽ മനുഷ്യർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ പ്രകൃതിയും ആ പ്രകൃതിയുടെ നിയമങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. അവിടെ നമ്മൾ നടത്തുന്ന അതിശക്തമായ കയ്യേറ്റത്തിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വരാൻ പോകുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ലോകം മുഴുവനും ഒരു ഭയത്തിൻ്റെ മുൾമുനയിലാണുള്ളത്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധികളെല്ലാം തീർത്ത് നമുക്കും നമ്മുടെ നാടിനും രാജ്യത്തിനും ലോകത്തിനും അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധത്തിൻ്റെയും യുദ്ധക്കെടുതികളുടെയും ഒക്കെ ഇരകൾ സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും പാവപ്പെട്ട ആളുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല എല്ലാവിധ കെടുതികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പരപ്പനങ്ങാടി തീരദേശത്ത് തൗഹീദിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ആദ്യകാലത്ത് പ്രവർത്തിച്ചവരിൽ ഒരാളാണ് ചേക്കാലി കുഞ്ഞാവ സാഹിബ്. അദ്ദേഹത്തിന് എല്ലാ ശക്തിയും പകർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ നഫീസ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു ബർസഖിയ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ദാറുൽ സൈത്തുൻ ഗ്രൂപ്പിലെ നൗഫൽ സാഹിബിൻ്റെ ഭാര്യയുടെ അമ്മാവനായ കുഞ്ഞിപ്പോക്കർ സാഹിബ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹസനാത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, രോഗത്തിൻ്റെ കെടുതികളിൽ നിന്ന്, വേദനകളിൽ നിന്ന് നമ്മളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ اللهم اعتق رقابنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم